പ്രതിഷേധങ്ങൾക്കൊടുവിൽ കലോത്സവ വേദിക്ക് താമരയുടെ പേര് നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 15ാമത്തെ വേദിക്കാണ് താമരപ്പൂവിന്റെ പേര് നൽകിയത്. കലോത്സവ വേദികൾക്ക് പുഷ്പങ്ങളുടെ പേര് നൽകിയപ്പോൾ ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയത് വലിയ വിവാദങ്ങൾക്കായിരുന്നു ഇടയാക്കിയത്. ദേശീയ പുഷ്പത്തിന്റെ പേര് കലോത്സവ വേദിക്ക് നൽകാനെടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി BJP അറിയിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾക്ക് ഇക്കുറി പുഷ്പങ്ങളുടെ പേരാണ് നൽകിയത്. 25 വേദികൾക്ക് 25 പുഷ്പങ്ങളുടെ പേര് നൽകിയപ്പോൾ ദേശീയ പുഷ്പമായിട്ടുള്ള താമരയെ ഒഴിവാക്കിയിരുന്നു. ഇതിന് കാരണമായി വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ മറുപടി രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമായതുകൊണ്ടാണ് താമരയെ ഒഴിവാക്കേണ്ടി വന്നതെന്നാണ്. എന്നാൽ ഈ നടപടിക്കെതിരെ BJP വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഗ്രീൻ പ്രോട്ടോകോൾ വിശകലന യോഗവേദിയിലേക്ക് യുവമോർച്ച താമരപ്പൂക്കളുമായി എത്തി പ്രതിഷേധിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ താമരപ്പൂവിനെ ഒഴിവാക്കിയ നടപടി വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും പിൻവലിച്ചിരിക്കുകയാണ്. വിവാദരഹിതമായി കലോത്സവം നടത്തുന്നതിന് വേണ്ടി താമരപ്പൂവിന്റെ പേര് കൂടി വേദിയിലേക്ക് ഉൾപ്പെടുത്തുകയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി 15ാമത്തെ വേദിക്ക് താമരയുടെ പേരും നാമകരണം ചെയ്തു. ഒരു വേദിയുടെ പേരിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. വേദി നമ്പർ 15 ഡാലിയ എന്നുള്ളത് മാറ്റി താമരയാക്കിയിട്ടുണ്ട്. എല്ലാ പുഷ്പങ്ങളെയൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. അതിന് താമര ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യം ഉയർന്നു. ഇതിനൊരു വിവാദ ചർച്ചയ്ക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. വിജയോത്സവം നന്നായി നടന്നു പോട്ടെ. ദേശീയ പുഷ്പത്തിന്റെ പേര് കലോത്സവ വേദിക്ക് നൽകാനെടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി BJP തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ തീരുമാനമുണ്ടായിരുന്നെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂൾ കലോത്സവത്തിൽ നടക്കുന്ന സ്റ്റേജുകളിൽ 25 പുഷ്പങ്ങളുടെ പേര് കൊടുത്ത സമയത്ത് ദേശീയ പുഷ്പമായ താമരയെ ഒഴിവാക്കിയത് വിവേകപൂർണമായിട്ടുള്ള ഒരു തീരുമാനമല്ല. ഈ തീരുമാനം മാറ്റണമെന്നാണ് ഭാരതീയ ജനതാ യുവമോർച്ചയും ഭാരതീയ ജനതാ പാർട്ടിയും ആവശ്യപ്പെട്ടത്. ദേശീയതയുടെ ബിംബങ്ങളെ അവഗണിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഇതിനെതിരെയാണ് പ്രതികരണമുണ്ടായത്. ഈ പ്രതികരണം യഥാർത്ഥത്തിൽ കൊള്ളേണ്ടടുത്ത് കൊണ്ടു. അതുകൊണ്ട് തന്നെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഏറ്റവും സ്വാഗതമുള്ള ഒരു തീരുമാനമെടുത്തു. ദേശീയ പുഷ്പമായ താമരയെ 15ാമത്തെ വേദിയിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ചു. അത് സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. കലോത്സവത്തിന് വേണ്ട എല്ലാ പിന്തുണയും നൽകുമെന്നും കുറ്റമറ്റ രീതിയിൽ കലോത്സവം നടത്തുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ മനു പള്ളത്തും അറിയിച്ചു. ജനം, തൃശൂർ.